ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കാടമുട്ട മസാല അല്ലെങ്കിൽ കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാം. ഇതിന് പേര് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം, പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. കാടമുട്ട മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കാടമുട്ട ബോയിൽ ചെയ്യണം. ഞാനിവിടെ ഒരു 10 കാടമുട്ടയാണ് എടുത്തേക്കണേ. അതിൽ വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ബോയിൽ ചെയ്യണം. ബോയിൽ ആവാൻ തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ 4 മിനിറ്റോളം ബോയിൽ ചെയ്യണം. അതിനുശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് അതിന് ആവശ്യമുള്ള പൊടികളൊക്കെ റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു ബൗളിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കുക, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ആദ്യം തന്നെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാടമുട്ട മസാല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കാൻ പറ്റും. അതേപോലെ കരിഞ്ഞു പോണ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പം മുട്ട തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞത് റെഡിയാക്കിയെടുക്കാം. തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം അത് കഴുകി ഇത് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തത് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കരിവേപ്പില കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കരിവേപ്പിലയുടെ നല്ല ഫ്ലേവറും ഉണ്ടാവും, അതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. ഇനി ഇത് പിന്നീട് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ നമ്മുടെ മസാലക്കൂട്ട് ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ വെച്ചോളാം. ഫ്ലെയിം കൂടുതലായാൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ റെസിപ്പിയിലെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ പൊടികൾ. അപ്പോൾ അത് ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് റോസ്റ്റ് ആവുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. ഇത് പൊടികളുടെ പച്ചമണം പോണ വരെ റോസ്റ്റ് ചെയ്താൽ മതി. ഏകദേശം 1 മിനിറ്റൊക്കെ എടുക്കും. പിന്നെ വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർക്കാം. ഇപ്പോൾ മസാലയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് നീളന അരിഞ്ഞിട്ട് ചേർക്കുക. അടുത്തത് 2 അല്ലി വെളുത്തുള്ളിയും നീളന അരിഞ്ഞിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇത് കുറേ നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മസാല ആ മുട്ടയിലൊക്കെ കൂട്ടാവുന്ന നേരം മതി. 1-2 മിനിറ്റ് മാക്സിമം മതി. കൂടുതൽ സമയം ഇതേപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വൈറ്റൊക്കെ ഹാർഡാവും. അപ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ സമയത്തും ഫ്ലെയിം ലോ തന്നെ വെച്ചോളോ. അങ്ങനെ ഈ പറഞ്ഞ സമയത്തുകൊണ്ട് നമ്മുടെ കാടമുട്ട റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ച വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ചേർത്ത് കാടമുട്ടേനെ സെർവിങ് പ്ലേറ്റിൽ സെർവ് ചെയ്യുക. ഇത് സ്റ്റാർട്ടറായിട്ടും സൈഡ് ഡിഷായിട്ടും അതേപോലെ 4 മണിക്ക് കടിയായിട്ടും ഒക്കെ ട്രൈ ചെയ്യാം. ഇത് കാണാനും നല്ല ഭംഗിയ, അതേപോലെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, അതേപോലെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.